നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ഭൂമി തരം മാറ്റ നടപടികൾ കൂടുതൽ അഴിമതി മുക്തവും സുതാര്യവുമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഡാറ്റാ ബാങ്കിൽ നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമി വീട് നിർമ്മാണത്തിനായി തരം മാറ്റാൻ തൃശൂർ RDOയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകി തലപ്പള്ളി താലൂക്കിൽ ആയിരങ്ങളാണ് കാത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് നിർത്തിവെച്ച തരംമാറ്റ നടപടികൾ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും പുനരാരംഭിച്ചിട്ടില്ല. തലപ്പള്ളി താലൂക്കിന്റെ ചുമതലയിലുണ്ടായിരുന്ന ഡെപ്യൂട്ടി കളക്ടർ വിരമിച്ചതിനെ തുടർന്ന് പകരം ഉദ്യോഗസ്ഥനെ നിയമിക്കാത്തതിനാൽ ആഴ്ചതോറും നടക്കേണ്ട പ്രയോറിറ്റി മീറ്റിംഗുകൾ മുടങ്ങിക്കിടക്കുകയാണ്. ഒപ്പിടാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇല്ലാത്തതിനാൽ തരംമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ഇപ്പോൾ നടക്കുന്നില്ല. സർക്കാർ പദ്ധതിയിൽ ലഭ്യമായ വീട് നിർമ്മിക്കുന്നതിനും നിലവിലെ വീട് തകർന്നതിനാൽ അടിയന്തരമായി പുതിയ വീട് വെക്കുന്നതിനുമായി തരംമാറ്റത്തിന് അപേക്ഷ നൽകി ഓഫീസുകൾ കയറിയിറങ്ങുന്ന സാധാരണക്കാരുടെ പാർപ്പിട അവകാശമാണ് ഇതിലൂടെ നിഷേധിക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ 2023 കോറി മാഫിയ വാങ്ങിയ സ്ഥലം മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഭൂമി തരംമാറ്റത്തിൽ വലിയ വിവേചനമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ അഴിമതി മുക്തവും സുതാര്യവുമാക്കാൻ സർക്കാർ തയ്യാറാകണം. അല്ലാത്ത പക്ഷം അപേക്ഷകരെ സംഘടിപ്പിച്ച് ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് അറിയിച്ചു. വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം CV ഷാജി, അപേക്ഷകരായ CK യൂസഫ്, KM സേതുമാധവൻ തുടങ്ങിയവരും സംസാരിച്ചു. തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നിലം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയിൽ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അത് പുരയിടം എന്നാക്കുകയോ അതല്ലെങ്കിൽ തരംമാറ്റിയ ഭൂമി എന്നാക്കുകയോ ചെയ്യേണ്ടതുണ്ട്. ഇതിനുവേണ്ടി തലപ്പള്ളി താലൂക്കിൽ 10,000-കണക്കിന് ആളുകളാണ് അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തരം മാറ്റി കിട്ടിയാലാണ് അവർക്ക് അതിൽ വീട് നിർമ്മിക്കുവാനോ അതല്ലെങ്കിൽ അത് വായ്പ എടുക്കാനൊക്കെ സാധ്യമാവുകയുള്ളൂ. അവർ കാലങ്ങളായി താമസിച്ചിരുന്ന ഭൂമിയാണ്. അതിൽ ഇപ്പോൾ ലൈഫിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുള്ള പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറായ സാഹചര്യത്തിൽ താമസയോഗ്യമല്ലാതായി അവർ ആ വീട് പൊളിച്ച് വേറെ വീട് പണിയുന്നതിന് വേണ്ടി നോക്കുമ്പോൾ ഭൂമി നിലം എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അത് തരം മാറ്റണം. അങ്ങനെ വീട് നിർമ്മിക്കാൻ പറ്റാതെ അപേക്ഷ കൊടുത്തിട്ട് കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒട്ടനവധി ആളുകൾ തലപ്പള്ളി താലൂക്കിലുണ്ട്. ഇപ്പോൾ ഇത് വിഷയം ഞാൻ ഇലക്ഷൻ സമയത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇലക്ഷൻ കാരണം ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്, ഇലക്ഷൻ കഴിഞ്ഞാലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഡെപ്യൂട്ടി കളക്ടർക്കാണ് ഇതിൻ്റെ ചുമതല, അദ്ദേഹം റിട്ടയർഡായി, പകരം ആൾ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഇതിൻ്റെ ഒരു പ്രയോറിറ്റി മീറ്റിംഗ് ഉണ്ട്, അതിൽ കുറേ അർഹരായിട്ടുള്ള ആളുകൾക്ക് പാസ്സാക്കി കൊടുക്കും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു വർക്കും ഇപ്പോൾ നടക്കുന്നില്ല. അപേക്ഷകരാണെങ്കിൽ 10,000-കണക്കിന് ആളുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ തലപ്പള്ളി താലൂക്കിൽ തന്നെ ചേലക്കര വെങ്ങാനല്ലൂർ പ്രദേശത്ത് കോറി മാഫിയ 2023 വാങ്ങിയ സ്ഥലം അത് നിലമായിരുന്നു. പക്ഷേ അവിടെ ഒരു റോഡ് പണിതിട്ടുണ്ട്. അപ്പോൾ ഇത് സർക്കാർ ഇത് ഓൺലൈനിൽ 2022 ഇത് ഓൺലൈനിൽ അപേക്ഷ ഓൺലൈനിലേക്ക് മാറ്റിയത്. പക്ഷേ ഇത് സുതാര്യമല്ല. അതുപോലെ തന്നെ ഇത് ഒരു വേഗതയുമില്ല. വലിയ അഴിമതിയാണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട ആളുകളുടെ പാർപ്പിടം നിഷേധിക്കുന്നത് കടുത്ത അനീതിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ വളരെ ഗൗരവപൂർവ്വം ഇടപെടണം. ഈ ഓൺലൈൻ അപേക്ഷകൾ അത് സുതാര്യമാക്കണം, അത് വേഗത്തിലാക്കണം. ഈ അപേക്ഷകർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ നിലം അത് തരം മാറ്റി അനുവദിക്കണം. അതല്ലാത്ത പക്ഷം തലപ്പള്ളി താലൂക്കിൽ മാത്രം 10,000-കണക്കിന് അപേക്ഷകരുണ്ട്. ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പോരാട്ടങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് CCV. ആഘോഷങ്ങൾ ഏതുമാകട്ടെ BM സൂപ്പർ വാലിയോടൊപ്പം. മാത്രമല്ല സ്കൂൾ തുറക്കുന്ന സീസണായാലും മറ്റ് ഏത് വീട്ടാവശ്യങ്ങൾക്കും BM സൂപ്പർ വാല്യൂവിൽ നിന്നും ഈ സ്കീമിലൂടെ പർച്ചേസ് ചെയ്യാം. BM സൂപ്പർ വാല്യൂ അവതരിപ്പിക്കുന്നു സ്പെഷ്യൽ ആഘോഷ പദ്ധതി. 250 രൂപ നിങ്ങൾക്ക് മാറ്റിവെക്കാനുണ്ടോ? എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആഴ്ചയിൽ 250 രൂപ വെച്ച് ഈ പദ്ധതിയിലേക്ക് അടയ്ക്കുക. അതിനൊപ്പം BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് തരുന്ന അടിപൊളി 1000 രൂപയുടെ ബോണസും.
അതായത് നിങ്ങൾ അടച്ചത് 12,000 രൂപ, ബോണസ് അടക്കം കിട്ടുന്നത് 13,000 രൂപ. ഈ 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അങ്ങ് സ്വന്തമാക്കാം. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നീ ഹോം അപ്ലയൻസുകളാണോ ആവശ്യം? അതിനും പോം വഴിയുണ്ട്. അതിനായി പ്രത്യേക പ്ലാനുകളുണ്ട്. ഓണത്തിന് പുതിയ ഫാഷൻ ട്രെൻഡി വസ്ത്രങ്ങൾ വാങ്ങാനുള്ള പ്രത്യേക പ്ലാനുകളും BM സൂപ്പർ വാല്യൂ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. ആകർഷകമായ ഈ പ്ലാനുകളെ കുറിച്ച് അറിയുവാനും ഈ പദ്ധതിയിൽ അംഗമാകാനും ഇപ്പോൾ തന്നെ സൂപ്പർ വാല്യൂവുമായി ബന്ധപ്പെടുക.